നമ്മൾ ജീവിക്കുന്ന 21-ാം നൂറ്റാണ്ടിൽ നമുക്കൊപ്പം സഞ്ചരിക്കുന്നവർ മനുഷ്യരാണോ അതോ മറ്റെന്തെങ്കിലുമാണോ എന്ന സംശയം എത്ര പേർക്ക് തോന്നിയിട്ടുണ്ട്. അമാനുഷിക കഴിവുകളുള്ളവർ ചുറ്റുമുള്ള ഈ കാലത്ത് മനുഷ്യൻ്റെ അടയാളങ്ങളെല്ലാം ഉണ്ടെങ്കിലും ഒരു പക്ഷേ അവർ മനുഷ്യനാകണമെന്നില്ല. പിന്നെ എന്ത് എന്ന ചോദ്യം എല്ലാവരിലും നിലനിൽക്കും. അന്യഗ്രഹങ്ങളിൽ നിന്നും മനുഷ്യരൂപത്തിൽ നമുക്കിടയിൽ ജീവിക്കുന്ന അന്യഗ്രഹ ജീവികളാണോ അവർ? ലോകം കീഴടക്കാൻ കഴിവുള്ള പലരും ഇന്ന് നമുക്കിടയിൽ ഈ ചോദ്യത്തിന് ഉത്തരം തരേണ്ടവരാണ്. ആ കൂട്ടത്തിലുള്ളവരാണ് എലോൺ മസ്കും പുട്ടിനുമെല്ലാം. പക്ഷേ ഇതെല്ലാം സത്യമാണോ അല്ലയോ എന്നുള്ളത് ലോകം തിരയുന്ന ഒന്നാണ്. എന്നാൽ കാലങ്ങൾക്ക് മുൻപ് ഇതേ ചോദ്യം അന്നും ഉയർന്നിരുന്നു ഒരാളുടെ നാമത്തിൽ. ആ മനുഷ്യൻ്റെ അമാനുഷിക കഴിവിൽ ആകൃഷ്ടരായവർ അദ്ദേഹം മനുഷ്യനാണോ എന്നുള്ള ചോദ്യങ്ങൾ അന്വേഷിച്ച് സഞ്ചരിച്ചിട്ടുണ്ട്. ഈ ഇൻട്രോയിൽ പറയുന്ന വ്യക്തി ആരാണെന്ന് അറിയണമെങ്കിൽ ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. അതുപോലെ ചാനൽ ആദ്യമായി കാണുന്നതെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഈ ചാനലിൽ വരുന്ന പുതുപുത്തൻ അറിവുകൾ തരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാകും. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. വെൽക്കം ബാക്ക് ടു ടോക്ക് സ്പേസ്. ലെറ്റ് us talk about everything. 1988 മുതൽ ലോകം മുഴുവൻ ഒരു സമയത്ത് ഒരു വ്യക്തിയുടെ കാൽ കീഴിലായിരുന്നു. ലോകം ഒന്നടങ്കം ആരാധിച്ചിരുന്ന ഒരുവൻ. വർണ്ണവിവേചനം ഒരു സമയത്ത് അദ്ദേഹത്തെ ഭ്രാന്തമാക്കിയപ്പോൾ അതിൽ പുറത്തു വരാൻ അവൻ അനുഭവിച്ച ദുരിതങ്ങൾ ചെറുതൊന്നുമല്ല. കറുത്തവനെന്ന് മറ്റുള്ളവർ മുദ്രകുത്തിയപ്പോൾ വെളുത്തവനായി പിന്നീടുള്ള കാലം ലോകത്തിനു മുന്നിൽ പ്രത്യക്ഷനായി. ഇപ്പോൾ ഏകദേശം ആരാണെന്ന് ഏവർക്കും പിടികിട്ടി കാണും. അതെ, 1958 ഇന്ത്യാനയിൽ ജനിച്ച മൈക്കിൾ ജോസഫ് ജാക്സൺ എന്ന മൈക്കിൾ ജാക്സൺ. കിങ് ഓഫ് പോപ്പ്. ചുരുൾമുടിയും ആരെയും ആകർഷിക്കുന്ന ശബ്ദവും ഓരോ വേദികളിലും പ്രകമ്പനം കൊള്ളിച്ച ചടുല നൃത്തവുമെല്ലാം. ലോകം എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച ഒരു കാലമുണ്ടായിരുന്നു. 1958 ജനിച്ച് 2009 മരണപ്പെട്ട പോപ്പ് ലോകത്തെ അനശ്വര പ്രതിഭ ഒരു മനുഷ്യനായിരുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ കോൺസ്പിറൻസി സിദ്ധാന്തം അനുസരിച്ച് അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതൊന്നും ഫൈൻഡിങ്സ് അല്ല, തിയറികളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. അദ്ദേഹം മനുഷ്യനല്ലെന്നും ഒരു അന്യഗ്രഹ ജീവിയാണ് എന്നുള്ള വിശ്വാസം പണ്ടു മുതലേ പലരിലും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ പാട്ടിലും അതിനുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും കുട്ടിക്കാലം മുതലേ നമ്മുടെയൊക്കെ റോൾ മോഡലാക്കി മാറ്റിയ മനുഷ്യൻ യഥാർത്ഥത്തിൽ എന്തിനാണ് വെളുത്ത നിറം സ്വീകരിച്ചതെന്ന് ഒരുപാട് ചോദ്യങ്ങളുണ്ടാകും. അത്രത്തോളം വെറുപ്പായിരുന്നു മൈക്കിൾ ജാക്സന് തൻ്റെ നിറത്തിനോട്. എന്നാൽ അങ്ങനെയല്ല, തൻ്റെ നിറത്തിനോട് അത്രത്തോളം ഇഷ്ടവും ബഹുമാനവും ഉണ്ടായിരുന്ന ഒരാളാണ് ജാക്സൺ. ഇത് അദ്ദേഹം പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ വിറ്റിലാഗോ എന്ന അപൂർവ ചർമ്മരോഗം ബാധിച്ചതിനാൽ തൻ്റെ കറുത്ത നിറത്തിൽ ഇടവിട്ടിടവിട്ട് കാണപ്പെട്ട വെളുത്ത നിറം അദ്ദേഹത്തെ മാനസികമായി തളർത്തിയിരുന്നു. പാരമ്പര്യമായി കിട്ടിയ ഒരു അസുഖമാണത്. നമ്മുടെ നാട്ടിൽ പാണ്ടെന്നും അറിയപ്പെടുന്ന അതേ രോഗം. ആദ്യമൊക്കെ വെളുത്ത കയ്യുറകൾ ധരിച്ചാണ് വേദിയിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടാറുണ്ടായിരുന്നത്. പിന്നീടത് ശരീരം മുഴുവൻ വ്യാപിക്കാൻ തുടങ്ങിയപ്പോൾ തൻ്റെ കരിയറും പ്രശസ്തിയുമെല്ലാം തന്നെ വിട്ടുപോകുമോ എന്നുള്ള ഭയം അദ്ദേഹത്തെ വല്ലാതെ അലയടിച്ചു. തൻ്റെ അസുഖം ലോകത്തിനു മുന്നിൽ നിന്നും മറയ്ക്കാൻ വേണ്ടി ശരീരം മുഴുവൻ ബ്ലീച്ച് ചെയ്തിരുന്നു എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം മൈക്കിൾ ജാക്സൺ നിഷേധിച്ച കാര്യങ്ങളാണ്. താൻ ഒരിക്കലും ബ്ലീച്ച് ചെയ്തിട്ടില്ല എന്നും ഷോകൾക്ക് വേണ്ടി തൻ്റെ അസുഖം മറയ്ക്കാൻ കട്ടിയുള്ള മേക്കപ്പ് ധരിക്കുമായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വർണ്ണവിവേചനം കാരണം അല്ല മൈക്കിൾ ജാക്സൺ ഒരിക്കലും വെളുത്ത നിറം സ്വീകരിച്ചതെന്നും ഇതിലൂടെ വ്യക്തമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി നിലനിൽക്കുന്ന ഒന്നാണ് അദ്ദേഹം പ്ലാസ്റ്റിക് സർജറി നടത്തി കൂടുതൽ സുന്ദരനാവാൻ ശ്രമിച്ചു എന്നുള്ളത്. എന്നാൽ അതിലും വ്യക്തമായ കാരണങ്ങളുണ്ട്. സ്റ്റേജ് ഷോ നടക്കുന്നതിനിടയിൽ മൈക്കിൾ ജാക്സൺ ബോധരഹിതനായി വീഴുകയും അദ്ദേഹത്തിൻ്റെ മൂക്കിന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് ജാക്സൺ പ്ലാസ്റ്റിക് സർജറിക്ക് വിധേയനാകുന്നത്. എന്നാൽ സർജറിക്ക് ശേഷം കാര്യങ്ങൾ കൂടുതൽ മോശമാവുകയായിരുന്നു. കാരണം സർജറിക്ക് ശേഷം മൈക്കിൾ ജാക്സന് മൂക്കിൻ്റെ ഒരു ദ്വാരത്തിൽ കൂടി മാത്രമേ ശ്വസിക്കാൻ സാധിച്ചിരുന്നുള്ളൂ. അതിനെ തുടർന്ന് വീണ്ടും സർജറി നടത്തേണ്ടി വന്നു. പിന്നീട് മറ്റു പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും പ്ലാസ്റ്റിക് സർജറി ജാക്സൺ ചെയ്തിരുന്നു. മൈക്കിൾ ജാക്സന്റെ മരണം ഇപ്പോഴും നിഗൂഢതയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. അന്വേഷിക്കാൻ ആർക്കും ധൈര്യവുമില്ല. എന്നാൽ കോൺസ്പിറൻസി തിയറിയുടെ അടിസ്ഥാനത്തിൽ അത് വെറുമൊരു മരണമായിരുന്നില്ല,
കൊലപാതകമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഇതേ സംശയം മൈക്കിൾ ജാക്സന്റെ 3 മക്കളിൽ ഒരാളായ പാരറ്റ് ജാക്സൺ 2017 നൽകിയ അഭിമുഖത്തിൽ അതൊരു കൊലപാതകമായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നുമുണ്ട്. മൈക്കിൾ ജാക്സനെ ആ താരപദവിയിൽ നിന്നും താഴെ ഇറക്കാൻ രഹസ്യ സംഘടനകൾ ചെയ്ത കൊലപാതകം. അദ്ദേഹത്തിന്റെ പാട്ടുകളിൽ അത് സൂചിപ്പിക്കുന്നുണ്ട്. ആ രഹസ്യ സംഘടനയെ, അതെ, ഇലുമിനാറ്റി എന്ന രഹസ്യ സമൂഹം. എന്നാൽ മരണകാരണം അമിതമായ ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം കാരണം മരുന്നുകൾ ഫലിക്കാതെ വരികയും അദ്ദേഹം മരണത്തിലേക്ക് വഴുതി വീഴുകയുമായിരുന്നു എന്നായിരുന്നു ലോകം അറിഞ്ഞത്. പക്ഷേ അന്നു മുതൽ ലോകം സംശയം പ്രകടിപ്പിച്ചിരുന്നു. മരണത്തിന് മുൻപ്, അതായത് 2009 മുൻപ് ജാക്സൺ പത്രമാധ്യമങ്ങളുടെ തലക്കെട്ടുകളിൽ ഇടം പിടിച്ചിരുന്നു. ജാക്സൺ മതം മാറാൻ പോകുന്നു എന്ന വാർത്തകളായിരുന്നു അവ. ഇതും അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധമുണ്ടെന്നാണ് തെളിവുകൾ സൂചിപ്പിക്കുന്നത്. മൈക്കിൾ ജാക്സന്റെ വളർച്ചയ്ക്ക് പിന്നിൽ ഏതോ ഒരു അദൃശ്യ ശക്തി പ്രവർത്തിക്കുന്നുണ്ടെന്ന് എല്ലാവരിലും ഉദിച്ചൊരു സംശയമാണ്. ആ ശക്തിയാണോ ഇലുമിനാറ്റി? ആരാണ് ഇലുമിനാറ്റി? അതൊരു വ്യക്തിയല്ല, ഒരു സംഘടനയാണോ? അതുമല്ല. എന്നാൽ ഒരു പെർട്ടിക്കുലർ ആളുകൾ ലോകത്തെ സ്വാധീനം ചെലുത്താൻ സാധ്യതയുള്ള വ്യക്തികളെ അവരുടെ നിയന്ത്രണത്തിൽ വരുതിയിൽ വരുത്തുന്നു. പൊടുന്നനെ പ്രശസ്തി നേടുന്നവർ അധ്വാനത്തിന്റെ ഫലമായി ആകില്ല പ്രശസ്തി നേടാറ്. ഇതുപോലെ ഏതെങ്കിലും ഒരു ശക്തിയുടെ അടിസ്ഥാനത്തിലാകും. ഇതും ഒരു അദൃശ്യ ശക്തി തന്നെയാണ്. ഒരു സിംബലിന്റെ അടിസ്ഥാനത്തിൽ മാത്രം കാണാൻ സാധിക്കുന്ന ഒരു കൂട്ടം. അത് മനുഷ്യരാണോ അതോ മറ്റെന്തെങ്കിലും ശക്തിയാണോ നിയന്ത്രിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. പക്ഷെ ഒന്നറിയാം, ഒരുപാട് പ്രശസ്തർ ഇതിൽ അംഗങ്ങളാണ്. ആ കൂട്ടത്തിലാണ് മൈക്കിൾ ജാക്സണും ഉണ്ടായിരുന്നത്. ജേസി, ബിയോങ്സ്, കനി വെസ്റ്റ്, ലിൻ വൈൻ, റിഹാന, ലേഡി ഗഗർ, എന്തിന് ജസ്റ്റിൻ ബേബർ വരെ പലരും ഇലുമിനാറ്റിയിൽ അംഗങ്ങളാണ്. അവരുടെ കഥകളിലും പാട്ടുകളിലും ലോഗോകളിലും എല്ലാം ഇലുമിനാറ്റിയുമായിട്ട് ബന്ധപ്പെട്ടവയാണ് കാണാൻ സാധിക്കാറ്. ഇത്തരം ഇലുമിനാറ്റി സിംബലുകൾ കാണിക്കുന്നവർ എല്ലാം അംഗങ്ങളാകണമെന്നില്ല. എന്നാൽ അംഗത്വം ഉള്ളവരെല്ലാം ഇത്തരം സിംബലുകൾ പ്രചരിപ്പിക്കാറുമുണ്ട്. സിംബലുകളിൽ മാത്രം പ്രത്യക്ഷപ്പെട്ട് ലോകത്തെ അടക്കി വാഴാൻ കഴിയുള്ളവർ യഥാർത്ഥത്തിൽ ആരാണ്? മനുഷ്യരല്ലെങ്കിൽ അവർ സാത്താനാണോ? സാത്താൻ എന്നാൽ മനുഷ്യന്റെ രൂപമായി മാറാൻ സാധിക്കുന്നവർ. നിങ്ങളുടെ യുക്തിക്ക് വിരുദ്ധമായാണോ ഞാൻ സംസാരിക്കുന്നതെന്ന് തോന്നാം. എന്നാൽ അങ്ങനെയാകില്ല എന്ന് തറപ്പിച്ച് പറയാനും നമുക്ക് സാധിക്കില്ല. ഇനി സാത്താൻ എന്നത് മാറ്റി നിർത്തിയാൽ പിന്നെ ആരാണ്? ഏലിയൻസ് എന്നും അന്യഗ്രഹ ജീവികൾ എന്നും പറയുന്നവരാണോ ഇവരുടെ എല്ലാം റിമോട്ട് ബട്ടൺ അമർത്തുന്നത്? നമ്മൾ സിനിമകളിലൂടെയും പുസ്തകങ്ങളിലൂടെയും ഇന്റർനെറ്റിലൂടെയും കണ്ടിട്ടുള്ള ശരീരമുള്ളവരാകണം എന്നില്ല ഈ പറയുന്ന ഏലിയൻസ്. അവരുടെ കഴിവുകൾ അനേകമാണ്. നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പ്രോഗ്രാമിംഗ് ചെയ്തു വെച്ചതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ തിയറികൾ അനുസരിച്ച് അവരുടെ പ്രോഗ്രാമിംഗ് ആണ് ഇപ്പോൾ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പലതും എന്നാണ്. സാധാരണ ജനങ്ങളെ ഇലുമിനാറ്റിക്ക് ആവശ്യമില്ല. അവർക്ക് വേണ്ടത് ലോകത്തെ സ്വാധീനിച്ചവരെയാണ്. അതായത് ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിവുള്ളവരെ അവരോടൊപ്പം കൂട്ടും. അങ്ങനെ പ്രശസ്തിയുടെ കൊടുമുടിയിൽ പെട്ടെന്ന് വളർന്നവർ എന്നും ഇലുമിനാറ്റിയുടെ ഭാഗമാണ്. അവർക്ക് പണവും പ്രശസ്തിയും വാനോളം ഉണ്ടാകും. എന്നാൽ ഇലുമിനാറ്റിയുടെ നിയന്ത്രണത്തിൽ പുറത്തു കടക്കാൻ ശ്രമിച്ചാൽ അവരെ ഇല്ലാതാക്കും. ഒരിക്കലും ഒരു സൂചനയും ലഭിക്കാത്ത രീതിയിൽ, ആരും അന്വേഷിച്ചിറങ്ങാൻ സാധിക്കാത്ത രീതിയിൽ പൂർണ്ണമായും ലോക്കാക്കി മാറ്റും. അങ്ങനെ ഇലുമിനാറ്റിയുടെ വലയിൽ കുടുങ്ങിയ ഒരാളാണ് മൈക്കിൾ ജാക്സണും. മൈക്കിൾ ജാക്സന്റെ മരണവാർത്ത പുറം ലോകം അറിയുന്നതിന് മുൻപ്, പോലീസ് വാഹനങ്ങൾ അവിടെ എത്തിച്ചേരുന്നതിന് മുൻപ് അവിടേക്ക് 3 കറുത്ത വാഹനങ്ങൾ വന്നിരുന്നുവെന്നും അതിൽ നിന്നും കറുത്ത വസ്ത്രങ്ങൾ ധരിച്ച ചിലർ മൈക്കിൾ ജാക്സന്റെ വീട്ടിലേക്ക് കയറി ചെന്നിരുന്നുവെന്നും അവിടെ നിന്നും ചില ഡോക്യുമെന്റുകളുമായാണ് അവർ തിരികെ പോയിരുന്നുവെന്നും പറയപ്പെടുന്നുണ്ട്. എന്നാൽ അതുപോലെ തന്നെ ഉയർന്നു വന്ന ദുരൂഹതകളിൽ ഒന്നാണ് അവർ തിരികെ പോയപ്പോൾ കൂടെ മൈക്കിൾ ജാക്സണും ഒപ്പം ഉണ്ടായിരുന്നുവെന്നും ആ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹം മൈക്കിൾ ജാക്സനെ പോലെ സാദൃശ്യമുള്ള മറ്റാരുടെയും മൃതദേഹമായിരുന്നുവെന്നും അതുകൊണ്ടാണ് മൈക്കിൾ ജാക്സൺ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നും പലരും വിശ്വസിക്കുന്നത്. എന്നാൽ മൈക്കിൾ ജാക്സൺ എന്ന തരംഗം വളർന്നു വന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ശേഷി വളരെ മോശമായിരുന്നു എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. കാരണം 2009 കാലഘട്ടമായപ്പോഴേക്കും മൈക്കിൾ ജാക്സന്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിരുന്നുവെന്നും
അദ്ദേഹത്തിന് $400 മില്യൺ മുകളിൽ കടമുണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഈ കടങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ മരണമല്ലാതെ വേറെ ഒരു വഴിയുമില്ലെന്ന് മൈക്കിൾ ജാക്സന് മനസ്സിലായത്. അതിനാൽ ഇതുപോലൊരു മരണം ഒരു നാടകമായി അദ്ദേഹം സൃഷ്ടിക്കുകയായിരുന്നു. പക്ഷേ മൈക്കിൾ ജാക്സൺ മറ്റൊരു രൂപത്തിൽ മറ്റൊരു പേരിൽ ലോകത്തിന്റെ ഏതെങ്കിലും കോണിൽ ജീവിച്ചിരിപ്പുണ്ടാകുമെന്നാണ് പലരും വിശ്വസിക്കുന്നത്. മൈക്കിൾ ജാക്സൺ മരണപ്പെടുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം രാജ്യം വിട്ടിരുന്നുവെന്നും അത് കണ്ടതായി പല ദൃക്സാക്ഷികളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം ആളുകൾ കെട്ടുകഥകളായി ചമച്ചതാണെങ്കിൽ എന്തിനു വേണ്ടി അവർ ഇങ്ങനെയൊരു കഥ സൃഷ്ടിക്കുന്നു? രൂപം മാറാൻ കഴിയുമെന്ന് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഏവർക്കും അറിയാമായിരുന്നു. എന്നാൽ നാടകീയമായ മരണം സൃഷ്ടിച്ച് ജനങ്ങളെ വിഡ്ഢികളാക്കി മറ്റൊരിടത്ത് ജീവിക്കുകയാണെങ്കിൽ അദ്ദേഹം തീർച്ചയായും മറ്റൊരു രൂപത്തിലാകും ജീവിക്കുന്നതും. എങ്കിൽ മൈക്കിൾ ജാക്സൺ എന്ന വ്യക്തി മനുഷ്യൻ തന്നെ ആകുമോ? കാലങ്ങളായി നമുക്കൊപ്പം ജീവിക്കുന്ന ടൈം ട്രാവലേഴ്സ് ഉണ്ട്. വ്ളാഡിമിർ പുടിനും എലോൺ മസ്കുമെല്ലാം. മൈക്കിൾ ജാക്സണും അതുപോലെ ഒരുവനാകാൻ സാധ്യതയുണ്ടെന്നാണ് ഏവരും വിശ്വസിക്കുന്നത്. ഇതെല്ലാം മൈക്കിൾ ജാക്സനെ ചുറ്റിപ്പറ്റി കിടക്കുന്ന കോൺസ്പിറസി തിയറികളിൽ ഒന്നാണ്. എന്നാൽ മൈക്കിൾ ജാക്സന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത് ഡോക്ടേഴ്സ് പറയുന്നു ആ മൃതദേഹം മൈക്കിൾ ജാക്സന്റെ തന്നെയായിരുന്നു എന്നുള്ളതും. എന്നാൽ അതും മൈക്കിൾ ജാക്സൺ തന്നെ സൃഷ്ടിച്ചെടുത്ത ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണെങ്കിലും അമരനായി തുടരുന്ന ജാക്സന്റെ ദുരൂഹത നിറഞ്ഞ ജീവിതവും മരണവും ഒരിക്കലും മായാതെ ഈ ലോകത്ത് തന്നെ ഉണ്ടാകും. മൈക്കിൾ ജാക്സന് എന്ത് സംഭവിച്ചെന്നറിയുന്നവർ അവരാണ് ഇലുമിനാറ്റി. ഈ വീഡിയോ ഇഷ്ടമായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.